ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേരിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയത്, എങ്ങനെയാണ് അപകടം പറ്റിയത്. രണ്ടൊന്നാണല്ലോ. സോറി, ഞാൻ ഇങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ പറയും, നിങ്ങളെ ക്ഷമിക്കണം. പക്ഷേ എനിക്ക് ഞാനായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാനേ എനിക്കറിയാവൂ. അല്ലാതെ എനിക്ക് ഒരു യൂട്യൂബേഴ്സ് സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയൊരു യൂട്യൂബർ അല്ല. ഞാൻ വളർന്ന് ഭാവിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബറാണ്. യൂട്യൂബറെന്ന് പറയാൻ പറ്റത്തില്ല, യൂട്യൂബിൽ ഞാൻ പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ ഇത്രയെങ്കിലും ആയതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഇനിയും കൂടും എന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. എങ്ങനെയാണ് എനിക്ക് അപകടം പറ്റിയതെന്ന്. ഞാൻ ഒരു സ്കൂട്ടി വാങ്ങിച്ചു 3ൻ്റെ അന്ന്. അത് പവർ കൂടിയ സ്കൂട്ടിയാണ്. അപ്പോൾ 3ൻ്റെ അന്നാണ് എനിക്ക് അപകടം പറ്റുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ പൈപ്പ് ലൈനിന് വേണ്ടി കുഴിച്ചിട്ടില്ല. അവിടെ മെറ്റിലൊക്കെ ഇളകി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ റോഡിൽ നിന്ന് തെന്നി ഈ വണ്ടി ഒത്തിരി സ്പീഡ് കൂടുമ്പോൾ ചെറിയതായിട്ടൊന്നും പൊളഞ്ഞ് വെളിയിലോട്ട് ചാടി. റോഡിൽ നിന്ന് വെളിയിലോട്ട് കട്ടറിലോട്ട് ചാടി. ഞാൻ എന്ത് ചെയ്തു, അതേ സ്പീഡിൽ തന്നെ, ഒരുപാട് ഓവർ സ്പീഡൊന്നും ഇല്ലായിരുന്നു, ഒരു 30ൻ്റെ അകത്തൊക്കെ ഉള്ളായിരുന്നു, 30. ഞാൻ അതേ സ്പീഡിൽ തന്നെ വന്നിട്ട് ആക്സിലേറ്റർ ഒന്ന് കൂട്ടി റോഡിലോട്ട് കയറിയതാണ്. അപ്പം നല്ല തിട്ടയായതുകൊണ്ട് പെട്ടെന്നൊന്നും കയറിയില്ല. കറങ്ങി ടയർ കൊണ്ട് കോരി അടിച്ച് ഞാനങ്ങ് പൊങ്ങിപ്പോയിട്ട് താഴെ അങ്ങ് വീണപ്പോഴിതാ ഇങ്ങനെയാണ് വീണത്. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് വീണപ്പോഴത്തേക്കും തല അപ്പോഴേ പൊട്ടിച്ചത്തില്ല. ഹെൽമെറ്റ് ഇങ്ങനെ ഇടിച്ചപ്പോഴത്തേക്കും ഇവിടെ പാറയൊക്കെ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് അറിയാൻ വയ്യ, നല്ല ഓർമ്മ എനിക്ക് കറക്റ്റ് കിട്ടണില്ല. പക്ഷെ എന്നാലും വീണ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല സൗണ്ടിലാണ് വീണത്. ഞാൻ വിചാരിച്ചു ചത്ത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഹെൽമെറ്റ് പിന്നെ അപ്പോഴത്തന്നെ ഞാൻ ചാടി എണീറ്റ്. പല്ലിൻ്റെ ഒരു സൈഡൊക്കെ ഈ പല്ല് ഒടിഞ്ഞ് ഈ പല്ലിൻ്റെ കുറച്ച് പോയി. ആപ്പിൾ ഫോണിന് കണക്ക് ആപ്പിൾ കടിച്ച കണക്കത്തെ ഒരു അടയാളം ഷേപ്പായി. അപ്പോൾ സത്യം പറഞ്ഞാൽ വീണപ്പോൾ തന്നെ ഒരു ടപ്പൊന്നൊരു സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എൻ്റെ അമ്മയെ തലയൊക്കെ പൊട്ടി. അപ്പോൾ തല പൊട്ടി ഞാൻ തൊട്ട് നോക്കി. അപ്പോൾ തല ഉണ്ട് അവിടെ. അവസാനം ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ വന്ന് കുടം പൊട്ടി കണക്ക് ചോര വരണം. ഇത് കണ്ടപ്പോഴേ ഞാൻ പേടിച്ചില്ല. കാരണം എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്ലഡ് കൂടുതലായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുന്നില്ല. എനിക്ക് എത്തിക്കും, പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു മാമൻ്റെ അടുത്ത് പറഞ്ഞു, മാമ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മാമൻ്റെ അടുത്ത് വണ്ടിയില്ലായതുകൊണ്ട് പറഞ്ഞു മക്കളവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇരിക്കാനൊന്നും വേണ്ട മാമ, എനിക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പോൾ അടുത്തൊരു അണ്ണൻ നിന്ന്. ആ അണ്ണൻ വന്ന് പറഞ്ഞ് വാ വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ കാറിൽ കയറിയപ്പോഴത്തേക്കും ബാക്ക് സൈഡിലല്ല ഞാൻ ഇരുന്നത്, ബാക്കിൽ എന്തോ അണ്ണൻ്റെ സാധനങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ആ അണ്ണനും ഞാനും കൂടെയാണ് വണ്ടിയിൽ ഇരുന്നത്. അപ്പോൾ വേറൊരു പയ്യനെങ്ങാണ്ട് വന്ന് ചോദിച്ച് വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ അണ്ണൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തോ ഇത് ഞാൻ പറഞ്ഞു അണ്ണത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തല ഇങ്ങനെ പൊത്തി പിടിക്കുകയാണ്, പക്ഷേ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നേരെ കാരുണ്യ ഹോസ്പിറ്റലിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവരെ കൊണ്ട് പറ്റത്തില്ല, ഒന്ന് വേറെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ആഴത്തിലുള്ള മുറിവാണ്, അവരെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ ഫോൺ എടുത്ത് മമ്മിയെ വിളിച്ച്, ചേട്ടൻ്റെ അമ്മയെ വിളിച്ചു, മാമിയെ വിളിച്ചു, മാമനെ വിളിച്ചു. അവരെല്ലാവരും ആ സ്പോട്ട് മാള് വന്ന് മാമിയുടെ മോള് അങ്ങനെ ആ സമയത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ മാമി ഇപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ് നമുക്ക് KTCT പോകാമെന്ന് പറഞ്ഞു, ആലങ്കോട് ഹോസ്പിറ്റൽ. അങ്ങനെ അവിടെ നിന്ന് ആംബുലൻസിലാണ് KTCT ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പോൾ ബാക്കിൽ പല്ലി അതവിടെ ഇരിക്കട്ടെ.
അങ്ങനെ KTC ആംബുലൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് ആംബുലൻസിൽ കയറണത്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ഭഗവാനെ ആ വണ്ടിയിലുള്ളവർക്ക് ആർക്കും ആംബുലൻസിലുള്ളവർക്ക് ആർക്കും ഒരു ആപത്തും വരുത്തട്ടെന്ന്. അങ്ങനെ ഞാൻ റോഡിൽ കൂടെ പോണതേ കണ്ടോളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആംബുലൻസിൽ കയറിയപ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡ്. എനിക്ക് ഇരുന്ന് വരത്തില്ലല്ലോ, കിടത്തിയിലേ വരത്തുള്ളൂ, കാരണം തല അനങ്ങി കൂടാ, കാരണം അത്രയ്ക്ക് ആഴത്തുള്ള മുറിവാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആംബുലൻസ് എടുത്ത് അങ്ങോട്ട് നിലവിളി സൗണ്ടൊക്കെ കേട്ട് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പേടിയുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിലും കുറച്ച് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ എന്നെ അവിടെ എത്തിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മേ, അതിന് മുമ്പ് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു ഹസ്ബൻഡിന് അയച്ചു കൊടുക്കാനായിട്ട്. കാരണം ഹസ്ബൻഡ് ആ സമയത്ത് എപ്പോഴും കിടന്ന് വിളിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പിന്നെ വിളി നിർത്തുമല്ലോ എന്നും പറഞ്ഞ് ഞാനങ്ങ് അയച്ചു കൊടുത്തു. അപ്പോൾ അതാണ് ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് ആ ഫോട്ടോ. അപ്പോൾ അതിനാണ് 4 മില്യൺ വ്യൂസ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ ഇത്രയും റീച്ചെങ്കിലും കിട്ടിയല്ലോ, അതിലൊരു സമാധാനം. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ അവിടെ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു, പ്ലാസ്റ്റിക് സർജറിക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല പൈസ ആവത്തില്ല. അത്രയ്ക്കുള്ള പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ TT എടുത്ത്, പിന്നെ പല്ലിൽ കമ്പി ഇട്ടത് കൊണ്ട് ഈ ചുണ്ടും പല്ലൊക്കെ കൊരുത്ത് അങ്ങ് ഇതായി, മൂക്കുത്തിയൊക്കെ അങ്ങ് വളഞ്ഞ് ഒരു പരുവായി. അപ്പോൾ അവരവിടെ വെച്ച് എന്നെ പല്ലിലെ കമ്പിയൊക്കെ ഊരി തന്ന് കുറേ മുത്തൊക്കെ പൊഴിഞ്ഞു പോയി, ഇങ്ങനെ ഇവിടെ സൈഡിലെ മുത്തൊക്കെ പൊഴിഞ്ഞു പോയി. അങ്ങനെ അവിടുന്ന് നേരെ എന്ത് ചെയ്ത് നമ്മൾ മെഡിക്കൽ പോകാനായിട്ട് ആംബുലൻസിലാണ്. അവിടെ നിന്ന് വേറെ ആംബുലൻസിൽ കയറി പോയി. എൻ്റെ പൊന്നോ ഒടുക്കത്തെ സ്പീഡ്. ഞാൻ അങ്ങോട്ട് തിരിയണേ ഇങ്ങോട്ട് തിരിഞ്ഞ് ബെൽറ്റൊക്കെ ഇട്ട് തന്ന് അനങ്ങാതിരിക്കാം, പക്ഷെ എന്നാലും സ്പീഡിലായത്. അരമണിക്കൂറിനകത്ത് വെച്ച് എന്തായാലും അവിടെ എത്തിച്ച്. പക്ഷേ ആംബുലൻസ് അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എത്തിച്ച് പിന്നെ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ ആക്സിഡൻറ്റ് കേസ് ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല. മെഡിക്കൽ കോളേജായിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു ഡോക്ടർമാരെ കാണാനും. പിന്നെ സ്കാനിങ്ങും ബോഡി ഫുള്ള് സ്കാൻ ചെയ്ത് കൈയും കാലും ഫുള്ള് അങ്ങനെ എല്ലാ സ്കാനിങ് കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ടിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അമ്മ അവിടെ വന്നത്, അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നു. അമ്മ വന്ന് എന്നെ കണ്ടപ്പോൾ കരഞ്ഞ്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങ് കരഞ്ഞു പോയത്. അതുവരെ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അമ്മയെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനങ്ങ് തകർന്നു പോയി. അമ്മ എന്നെ കണ്ട് കരഞ്ഞപ്പോഴും സ്റ്റിച്ച് ഇടുന്ന സമയത്തൊക്കെ അമ്മയാണ് കൂടെ നിന്നത്. അമ്മ കണ്ടായിരുന്നു, നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, അനിയത്തി കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പിന്നെ മാളു എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്ത്. അതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല. കാരണം മരണം ഞാൻ മുന്നിൽ കണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു ഈ അപകടം. പിന്നെ ഇപ്പം എനിക്ക് മനസ്സിലായി അപകടം പറ്റിയാൽ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഞാൻ ഒരു 3-4 മാസം മുമ്പ് എൻ്റെ മരണം ഞാൻ സത്യം പറഞ്ഞ സ്വപ്നം കണ്ടിരുന്നു. അത് കണ്ടിരുന്നു വെച്ചാൽ ഞാൻ കാറിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് കാറിടിച്ച് ഞാൻ അപ്പോഴേ ആ സ്പോട്ടിൽ മരിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. പക്ഷെ ആ സ്വപ്നം കണ്ട ഒരു 3-4-5 മാസം ആയപ്പോൾ തന്നെ ഈ ഒരു മാനസികാവസ്ഥ തന്നെയായിരുന്നു ഇപ്പോൾ വീണപ്പോഴും എനിക്ക് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ആ സ്വപ്നം കണ്ടതിൽ ഒരു ഇതാണ്, യാഥാർത്ഥ്യമാണ് ഇപ്പം നടന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചെയ്ത അങ്ങനെ ആ ഒരു ഇതിൽ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ 1 മണിയൊക്കെ ആവാറായപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്. അതും ഡോക്ടർ വിട്ടില്ലായിരുന്നു, പോകണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ സ്വന്തം റിസ്കിൽ നമുക്ക് മെഡിസിൻ്റെ പേപ്പറൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് വാങ്ങിച്ചത്. അല്ലാതെ അവർ ഡീറ്റെയിൽസ് എൻ്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല. അത് അവർ തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ സ്വന്തം റിസ്കിൽ പോകുന്നത് കൊണ്ട് അതൊന്നും അവർ തന്നില്ല, പേപ്പറൊന്നും തന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് രാത്രി തന്നെ എനിക്ക് വീട്ടിൽ വേണമെന്ന് പറഞ്ഞ് വന്ന് കാലിൽ ചെറിയ പൊട്ടൽ സ്ക്രാച്ച്, അങ്ങനെ കാലൊക്കെ കുന്തരുത് എന്നൊക്കെ പറഞ്ഞ് ചവിട്ടരുതെന്ന് കുന്തിയാണ് വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വന്നു. വായിലൊക്കെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ചുണ്ടിൻ്റെ താഴെയൊക്കെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, മുകളിലായിരുന്നു, താഴെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, 3-4 സ്ഥലത്ത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെയിൻ കില്ലറും ഇതൊക്കെ തന്നതുകൊണ്ട് എനിക്ക് നല്ല വേദന ഇല്ലായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴാണ് എനിക്കതിൻ്റെ വേദന അനുഭവപ്പെട്ടത്. ഞാൻ എന്നെ കാണാൻ വന്നവരുടെ ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തലയണക്കരുത്, സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനങ്ങ് സംസാരിക്കുമായിരുന്നു. കാരണം എൻ്റെ അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ടൈപ്പല്ല, ഞാൻ എപ്പോഴും കലവില സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച്
ചുണ്ടങ്ങ് തടിച്ച് മറ്റേ മഴത്തുള്ളി കിലുക്ക സിനിമയിൽ കൊച്ചിൻ ഹനീഫയുടെ ചുണ്ട് കണക്കായി. എൻ്റെ അമ്മേ, ഞാൻ പിന്നീടാണ് ആ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വേദന ഞാൻ അനുഭവിച്ചത്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 2 മണി വരെയൊക്കെ 2-2:30 മണി വരെയൊക്കെ എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. കാരണം ഇവിടെയൊക്കെ സ്റ്റിച്ചില്ല, ഇവിടെയൊക്കെ നല്ല കുഴിയായിരുന്നു, കുഴിഞ്ഞാണ് ഇവിടുത്തെ മുറിവൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ കുഴിയായിരുന്നു, നെഗമൊക്കെ പോയി, കാലും ഇതൊക്കെ ഈ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഈ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ചുണ്ട് സ്റ്റിച്ചുള്ളത് കൊണ്ട് എനിക്ക് ചോറ് കഴിക്കത്തില്ല. ചോറൊക്കെ കഴിച്ചാൽ ഇവിടെയൊക്കെ വന്നിരുന്നാൽ പിന്നെ അത് ഇളക്കാൻ പാടാണ്, ഇളവി വരാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചാൽ എനിക്ക് അമ്മ വാരി ഇങ്ങനെ വാരി തിന്നത്തൊന്നുമില്ല. അല്ല ഇവിടെ കുഴിയായി, നെഗമൊക്കെ പകുതി പോയായിരുന്നു. അങ്ങനെ അമ്മയാണ് വാരി തിന്നത്. പിന്നെ കടയിൽ പോകുന്ന കാര്യം ഞാൻ പറയാം. അങ്ങനെ ഒരു ദിവസം ഞാൻ പിറ്റേ ദിവസം രാത്രി വന്ന് പിറ്റേ ദിവസം ഞാൻ ഫുൾ റെസ്റ്റ് എടുത്തെങ്കിലും വായിക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ചുണ്ട് ഇങ്ങനെ തടിച്ചു അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ മരുന്നൊക്കെ ഇട്ട് പിറ്റേ ദിവസം എനിക്ക് പാർലറിലും സ്റ്റിച്ചിങ് സെൻറ്ററിലും പോകണമായിരുന്നു. പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണ വർക്ക് ഞാൻ ഏറ്റായിരുന്നു. അപ്പോൾ ആ കല്യാണ വർക്കിൻ്റെ സ്റ്റിച്ചിങ് എനിക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞാൽ അത് തുടങ്ങി വെച്ചിട്ടാണ് ഞാൻ വന്ന് ആക്സിഡൻറ്റ് എനിക്ക് പറ്റിയത്. അതുകൊണ്ട് എനിക്ക് 3-4 ദിവസമേ ഉള്ളൂ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ 3-ൻ്റെ അന്ന് ഞാൻ ആ കാലും വെച്ചതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോയി. വലത്തെ കാലിലാണ് നമ്മൾ മോട്ടർ വെച്ച് ചവിട്ടുന്നതുള്ളതുകൊണ്ട് ഞാൻ ഇടത്തെ കാലാണല്ലോ എനിക്ക് പ്രശ്നം വന്നത്, പ്ലാസ്റ്റർ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ വലത്തെ കാലുകൊണ്ടാണ് തച്ചത്. പിന്നെ ദൈവം സഹായിച്ച് ഇടത്തെ കൈക്കൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് വലത്തെ കൈയിൽ കത്രിക പിടിക്കാനൊക്കെ പാടായിരുന്നു. ഇവിടെയൊക്കെ നല്ല മുറിവായിരുന്നു, കത്രിക പിടിച്ച് തുണി കട്ട് ചെയ്യാൻ പാടായിരുന്നു. എന്നാലും എനിക്കെൻ്റെ വർക്ക് മെയിൻ ആയതുകൊണ്ട് എനിക്കത് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ, അത് ഞാൻ തന്നെ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ വേദനയൊന്നും ഞാനപ്പോൾ കാര്യമാക്കി എടുത്തില്ല. എനിക്ക് മെയിനായിട്ട് ഞാൻ ഏറ്റ വർക്ക് കൊടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ മുന്നിൽ. അതുകൊണ്ട് ആ വേദനയൊന്നും ഞാനത് മൈൻഡ് ചെയ്തേ ഇല്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വർക്കൊക്കെ എടുത്ത് എല്ലാം സെറ്റായി. ആ വർക്കിൻ്റെ അന്നാണ് ഞാൻ സാധനം എല്ലാം കൊടുക്കണമെങ്കിലും ഞാൻ എല്ലാം സെറ്റാക്കി എല്ലാം ചെയ്ത് ആ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് ആ വർക്ക് അങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഒരാഴ്ച ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോപ്പിലോട്ടൊക്കെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്നൊരു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് മാർക്കൊന്നും അല്ല എനിക്ക് വിഷമം, എൻ്റെ പല്ല് പോയതാണ് എനിക്ക് വിഷമം. കാരണം നിറച്ച് പല്ലുണ്ടായിരുന്ന സമയത്ത് ആ 4 പല്ല് പോയപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായിരുന്നു. നിറച്ച് പല്ലിൽ 4 പല്ലങ്ങ് പോയല്ലോ, പോട്ട് എന്നും പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഈ ആക്സിഡൻറ്റ് പറ്റിയതിൽ എൻ്റെ ഒരു പല്ലൊടിഞ്ഞ് ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ലേ ആപ്പിൾ കടിച്ച കണക്കായതൊക്കെ എനിക്ക് നല്ല വിഷമമായി. ആ ഒരു അരമുറി പല്ലിന് എനിക്ക് നല്ല വിഷമമുണ്ട് ആ പല്ല് പോയതിൽ. പിന്നെ ഇവിടുത്തെ സ്റ്റിച്ച് മാർക്ക്, അത് മുഖത്തൊരു സ്റ്റിച്ച് മാർക്ക് വന്നതിൽ കുഴപ്പമില്ല. കാരണം കൈകാലില്ലാത്ത എത്രയും പേര് ജീവിക്കുന്നു, ഓരോരുത്തരും ഓരോന്നും കാഴ്ചയില്ലാത്തത്, അങ്ങനെ ഓരോ കുറവുകളുള്ളവർ നല്ല കഴിവോടെ ഇവിടെ ജീവിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നാലും എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പറ്റിയതിൽ എനിക്ക് വിഷമം നല്ലതുകൊണ്ട്, ഇങ്ങനെ നല്ലൊരു മുഖമായിരുന്നത് ഇങ്ങനെ പറ്റിയത് എനിക്ക് വിഷമമുണ്ട്. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല, വരേണ്ടത് എന്തായാലും വരും. പിന്നെ ഇതൊക്കെ മാറിയില്ലെങ്കിൽ ഇനി കുഴപ്പമില്ല. എന്തായാലും ദൈവം ഇത്രയെങ്കിലുമൊക്കെ ബാക്കി എന്നെ വെച്ചല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷം. പിന്നെ എണീക്കാൻ വയ്യാതൊക്കെ കിടന്നു കഴിഞ്ഞാലോ കൈകാലൊക്കെ ഒടിഞ്ഞു കിടന്നാലോ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ ആയത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഇത്രയേ പറ്റുള്ളൂ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് ദൈവം എന്നെ അങ്ങനെ പരീക്ഷിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ ആർക്കും ഒരു പാരയോ ഒരു ഉപദ്രവമോ, എനിക്ക് ഒരുപാട് പേര് പാര ഇട്ടിട്ടുണ്ടെങ്കിലും എന്നെ എല്ലാവരും ശല്യം ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ്. ദൈവം എന്തായാലും എന്നെ അങ്ങനെ പരീക്ഷിക്കത്തില്ലെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആക്സിഡൻറ്റ് വിശേഷങ്ങൾ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് ഞാൻ ആ ഓർമ്മയുള്ള സമയത്തല്ലേ എനിക്കത് വീഡിയോ എടുക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മ വരണില്ല. പിന്നെ ഇനി ഞാൻ ഓർമ്മ വരുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ വീഡിയോ ഇടാം. പിന്നെ
ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന് നിങ്ങൾ ഇനി ചോദിക്കുന്നവർ ഈ വീഡിയോ കാണണം. അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് വളർന്ന് വരാൻ പറ്റും. പക്ഷെ വന്ന വഴിയൊന്നും ഞാൻ മറക്കത്തില്ല. വലിയൊരു യൂട്യൂബർ ആയാലും ഞാൻ ആ വന്ന വഴിയൊന്നും ഞാൻ മറക്കത്തില്ല കേട്ടോ. എനിക്ക് എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ എന്നെ സഹായിക്കാനേ എല്ലാവർക്കും പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.